സ്വാഗതം. ഈ മണിക്കൂറിലെ ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന വാർത്താ മഴയിലേക്ക്. കേരള കോൺഗ്രസ് എമ്മിന് മുന്നിൽ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് 24-നോട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൻ സന്നദ്ധനാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി UDF-ന് ബന്ധമില്ലെന്നും എന്നാൽ വോട്ട് വേണ്ട എന്ന് പറയില്ലെന്നും അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പറഞ്ഞു. 24-ന്റെ ഫോർ ദ പീപ്പിൾ പരിപാടിയിലാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് മനസ്സ് തുറന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നണികളിലും പാർട്ടികളിലും ചർച്ചകൾ സജീവമായിരിക്കെയാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിലപാട് വ്യക്തമാക്കിയത്. LDF വിടില്ലെന്ന് കേരള കോൺഗ്രസ് എം വ്യക്തമാക്കിയെങ്കിലും UDF-ന്റെ വാതിലുകൾ തുറന്നു തന്നെയാണെന്ന് KPCC അധ്യക്ഷൻ. ജോസ് കെ മാണിക്ക് UDF-ലേക്ക് വരുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ? അവരും കൂടെ ആലോചിക്കേണ്ടതാണ്, ഞങ്ങളും കൂടെ ചർച്ച ചെയ്യേണ്ടതാണ്. അല്ല, വാതിലുകൾ മലർക്കെ തുറന്നിട്ടിരിക്കുന്നു, അടച്ചിട്ടില്ല എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത്. വാതിൽ തുറന്നു തന്നെ. പേരാവൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ താൻ തയ്യാർ, എന്നാൽ തീരുമാനിക്കേണ്ടത് നേതൃത്വമെന്നും പ്രതികരണം. ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. താങ്കൾ സന്നദ്ധനാണ്. ഞാൻ നാട്ടുകാരുടെ ആഗ്രഹം ഞാൻ മത്സരിക്കണമെന്നാണ്. പാർട്ടി തീരുമാനത്തിനനുസരിച്ച് ഞാൻ പോകും. MP-മാർ മത്സരിക്കണോ എന്നതിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. ഷാഫി പറമ്പിൽ എവിടെ നിന്നാലും വിജയിക്കും. പാലക്കാട് ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയുള്ള കേസ് വിഷയമാകില്ലെന്നും KPCC അധ്യക്ഷൻ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുമായി UDF-ന് ബന്ധമില്ലെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. ജമാഅത്തെ ഇസ്ലാമിയുമായി UDF-ന് ഒരു ബന്ധവുമില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട, വോട്ട് ആരുടെയും വേണ്ടെന്ന് പറയുന്നില്ല. അപ്പൊ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി UDF-ന് ഒരു ബന്ധവും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടി നേതാക്കൾക്ക് CPIM സംരക്ഷണം ഒരുക്കുന്നുവെന്നും സണ്ണി ജോസഫ് ആരോപിച്ചു. CPM ഇപ്പോഴും പ്രതികളെ സംരക്ഷിക്കുകയല്ലേ? ഇത്രയും ഗുരുതരമായ ഒരു കേസിൽ ഹൈക്കോടതി ആവർത്തിച്ചു പറയുന്നു ഈ പ്രതികളുടെ പങ്കാളിത്തം പകൽ പോലെ വ്യക്തമാണ്. എന്നിട്ടും അവർക്കെതിരെ പാർട്ടി ഒരു ചെറിയ അച്ചടക്ക നടപടി പോലും സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഈ കടകംപള്ളി സുരേന്ദ്രനെ ബോധപൂർവം രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ട് എന്നാണോ KPCC പ്രസിഡന്റിന്റെ ആരോപണം? ന്യായമായിട്ടും സംശയിക്കണം. എന്തടിസ്ഥാനത്തിൽ ഇതുവരെയുള്ള നടപടികൾ ഈ ചോദ്യം ചെയ്യൽ രഹസ്യമാക്കി വെച്ചത്? തിരഞ്ഞെടുപ്പിൽ ചുരുങ്ങിയത് 100 സീറ്റ് നേടി UDF അധികാരത്തിലെത്തുമെന്ന ആത്മവിശ്വാസമാണ് KPCC അധ്യക്ഷൻ പ്രകടിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് 24. തെരഞ്ഞെടുപ്പിന് മുൻപ് വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പരാമർശം ചർച്ചയാവുകയാണ്. പരാമർശത്തിൽ വ്യത്യസ്ത പ്രതികരണങ്ങളുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നു. അതേസമയം വിസ്മയം പ്രതികരണത്തിൽ കോൺഗ്രസിനെ പരിഹസിക്കുകയാണ് CPIM. തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ വിസ്മയങ്ങളുണ്ടാവും. UDF-ന്റെ പക്കലേക്ക് കക്ഷികളും LDF-ലുള്ള കക്ഷികളും NDA-യിലുള്ള കക്ഷികളും അല്ലാതെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും UDF-ന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരും. മുന്നണി വിപുലീകരണം സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഈ പ്രതികരണം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വിസ്മയം കേരള കോൺഗ്രസ് അല്ലെന്ന് വ്യക്തമായതോടെ ഇക്കാര്യത്തിൽ നേതാക്കളുടെ പ്രതികരണം ഇങ്ങനെ: ഞങ്ങൾ ഒരു വിസ്മയത്തെക്കുറിച്ചും നിങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ലല്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കുക. ആയിഷ പോറ്റിയെ പോലെ ഒരു പ്രഗത്ഭയായിട്ടുള്ള ഒരു നേതാവ്, അവർ വ്യക്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് CPM വിട്ട് കോൺഗ്രസിൻ്റെ ഒരു വേദിയിൽ പരസ്യമായിട്ട് വന്ന് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത് രാഷ്ട്രീയത്തിലൊരു വിസ്മയമല്ലേ? പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് യാഥാർത്ഥ്യമായല്ലോ. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വിസ്മയത്തിന്റെ ഒരു അടരാണ് നമ്മൾ കണ്ടത്. തുടക്കമാണ്, ഇനിയും തുടർച്ചയുണ്ടാവും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDF തോൽവിയാണ് വരാനിരിക്കുന്ന വിസ്മയമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പരിഹസിച്ചു. കോൺഗ്രസിലെത്തിയ ആയിഷ പോറ്റിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് വിസ്മയം പരാമർശത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. യഥാർത്ഥ വിസ്മയം എന്ന് പറയുന്നത് ജയിക്കാൻ പോകുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് കണക്കുകൂട്ടുന്ന UDF-ന്റെ ആസന്നമായ തോൽവിയാണ് കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്ന വിസ്മയം. ഇപ്പോൾ വിസ്മയം തീർക്കുമെന്നാണ് VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. വിസ്മയം തീർക്കൂത്രേ, വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നു. അങ്ങനെ അത്ഭുതം സംഭവിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടാണ് ആരെ പിടിച്ചത്? ആയിഷ പോറ്റി. തെരഞ്ഞെടുപ്പിന് മുൻപ് കൂടുതൽ നേതാക്കളെയും കക്ഷികളെയും മുന്നണിയിലേക്ക് എത്തിക്കാമെന്ന പ്രതീക്ഷയിലാണ് UDF. ന്യൂസ് ഡെസ്ക് 24. LDF-ൽ ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണി വ്യക്തമാക്കിയിട്ടും കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റത്തെ ചൊല്ലിയുള്ള വിവാദത്തിന് അയവില്ല. ജോസ് കെ മാണിയുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന വാദം ആവർത്തിക്കുകയാണ് UDF നേതാക്കൾ. ഇതിനിടെ കേരള കോൺഗ്രസ് എമ്മിന് മുന്നിൽ വാതിലുകൾ അടച്ചിട്ടില്ല എന്ന പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്ന് രംഗത്തെത്തി. മുന്നണി മാറ്റമില്ലെന്ന് ജോസ് കെ മാണി വ്യക്തമാക്കിയെങ്കിലും UDF നേതാക്കൾ പ്രതീക്ഷ കൈവിടുന്നില്ല. ജോസ് കെ മാണിയോട് കടുത്ത നിലപാട് വേണ്ടെന്ന പൊതുധാരണയെ തുടർന്നാണ് കരുതലോടെയുള്ള പ്രതികരണങ്ങൾ. നമ്മുടെ നിലപാട്
സമാന ചിന്താഗതിയുള്ള ആളുകളെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞല്ലോ, അടച്ചു എന്ന് പറയാത്തിടത്തോളം കാലം എന്താ തുറന്നു തന്നെ കിടക്കും. ഞങ്ങൾ അടച്ചു തൊട്ട് പറഞ്ഞിട്ടുമില്ല, അങ്ങനെ കിടക്കട്ടെ. കേരള കോൺഗ്രസ് എമ്മുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന വാദം ആവർത്തിക്കുകയാണ് UDF നേതൃത്വം. ഒരു ചർച്ചയും നടന്നിട്ടില്ല. UDFുമായി ബന്ധപ്പെട്ട് വരാൻ കഴിയുന്നവർ വരട്ടെ, പക്ഷേ അത് അവരുടെ ആവശ്യപ്രകാരം മാത്രമേ ആയിരിക്കുകയുള്ളൂ. സമ്മർദ്ദം ചെലുത്തി ഞങ്ങളുടെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കില്ല. LDFിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെന്ന് കേരള കോൺഗ്രസ് എം ഉറപ്പിച്ചു പറഞ്ഞെങ്കിലും അണികൾക്കിടയിൽ ആശയക്കുഴപ്പം മാറിയിട്ടില്ല. ഇത് രാഷ്ട്രീയമായി അനുകൂലമാകുമെന്നാണ് UDF പ്രതീക്ഷ. ഇനിയും കേരള കോൺഗ്രസ് എമ്മിനെ ക്ഷണിക്കുന്നത് ആത്മവിശ്വാസമില്ലാത്തതുകൊണ്ടാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് മന്ത്രി VN വാസവന്റെ വിമർശനം. ഞങ്ങൾ തന്നെ രക്ഷപ്പെടുകയല്ല, ഞങ്ങളെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് പരാജയത്തിന്റെയും അല്ലെങ്കിൽ അവർക്ക് ആത്മവിശ്വാസം ഇല്ലായ്മയുടെയും ദൃഷ്ടാന്താണ് ഞാൻ തുറന്നിട്ടിരിക്കുന്നു വരണേ എന്ന് പറയുന്നത്. കേരള കോൺഗ്രസ് എമ്മുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം ഇങ്ങനെ: അദ്ദേഹത്തെ നിലപാട് കൃത്യമായി അദ്ദേഹം പറഞ്ഞു, ഒരു കാരണവശാലും LDF വിട്ട് കേരള കോൺഗ്രസ് എങ്ങോട്ട് പോകുന്നില്ലെന്ന്. ആ വാക്കിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പൂർണ്ണമായും വിശ്വാസമാണ്. മുന്നണി മാറ്റം സംബന്ധിച്ച വാദങ്ങൾ പാർട്ടി ചെയർമാൻ തള്ളിയെങ്കിലും നാളെ നടക്കുന്ന കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയരും. 24 കോട്ടയം. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ദ്വാരപാലക കേസിൽ കൂടി തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ SIT. കേസിൽ ഇന്നലെ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിനെ കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി ആശുപത്രിയിലെത്തി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യും. ശബരിമലയിൽ അഭിഷേകം ചെയ്ത നെയ്യ് വിതരണത്തിലെ ക്രമക്കേടിൽ വിജിലൻസ് കേസെടുത്തു. 2019 സമാനമായി 2024 ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചതിനാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യുക. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടും രേഖകളിലെ പൊരുത്തക്കേടുകളിലുമാണ് ചോദ്യം ചെയ്യാനുള്ള തീരുമാനം. ഇതിനിടെ ദ്വാരപാലക ശില്പക്കേസിലും തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. നേരത്തെ കട്ടിളപ്പാളി കേസിലായിരുന്നു തന്ത്രിയുടെ അറസ്റ്റ്. തിരുവനന്തപുരം സബ് ജയിലിലെത്തിയാണ് തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്നലെ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കർദാസിനെ കോടതി റിമാൻഡ് ചെയ്തു. കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി PS മോഹിത് ശങ്കർദാസ് ചികിത്സയിൽ കഴിയുന്ന തിരുവനന്തപുരം SP മെഡിഫോർട്ട് ആശുപത്രിയിൽ എത്തിയാണ് റിമാൻഡ് നടപടികൾ പൂർത്തിയാക്കിയത്. നാളെ KP ശങ്കർദാസിന്റെ ജാമ്യ ഹർജി കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. അതേസമയം ആടിയ നെയ് ക്രമക്കേടിൽ വിജിലൻസ് കേസെടുത്തു. SP മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിനാണ് അന്വേഷണത്തിന്റെ ചുമതല. പ്രാഥമിക പരിശോധനയിൽ 36 ലക്ഷം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയെന്ന് വിജിലൻസ് അറിയിച്ചു. 24 തിരുവനന്തപുരം. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വീണ്ടും റിമാൻഡിൽ. രാഹുലിനെ മാവേലിക്കര സബ് ജയിലിലേക്ക് മാറ്റി. രാഹുലിന്റെ ജാമ്യാപേക്ഷ തിരുവല്ല മാജിസ്ട്രേറ്റ് കോടതി നാളെ പരിഗണിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇന്നും പ്രതിഷേധങ്ങളുണ്ടായി. അതിജീവിതയ്ക്കെതിരായ സൈബർ ആക്രമണത്തിൽ ഫിനി നയനാനെതിരെ കേസെടുത്തു. 3 ദിവസത്തെ കസ്റ്റഡി കാലാവധിയിൽ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും കാര്യമായി മുന്നോട്ടു പോയില്ല. ബലാത്സംഗം നടന്നതായി പരാതിക്കാരി പറഞ്ഞ തിരുവല്ല ക്ലബ് 7 ഹോട്ടലിൽ മാത്രമാണ് രാഹുലുമായി തെളിവെടുപ്പ് നടത്തിയത്. പരാതിക്കാരിയുമായി ഹോട്ടലിൽ വെച്ച് കണ്ടിരുന്നു എന്നതല്ലാതെ രാഹുൽ ഒന്നും വിട്ടുപറഞ്ഞില്ല. ഒന്നിലധികം ഡിജിറ്റൽ ഡിവൈസുകൾ ഉപയോഗിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ മൊബൈൽ ഫോണിലെ നിർണായക ഡാറ്റകൾ ലാപ്ടോപ്പിലേക്ക് പകർത്തി സൂക്ഷിച്ചെന്നായിരുന്നു SITയുടെ കണ്ടെത്തൽ. ഈ ലാപ്ടോപ്പ് എവിടെയെന്നും രാഹുൽ അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയില്ല. അടൂരിലെ വീട്ടിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ലാപ്ടോപ്പ് കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. ഡിജിറ്റൽ തെളിവുകളുടെ ശേഖരണത്തിന് പാലക്കാട് പ്രതിയുമായി പോകണമെന്ന് SIT കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ ചുരുങ്ങിയ കസ്റ്റഡി കാലാവധിയിൽ പാലക്കാട് യാത്രയും മുടങ്ങി. ആദ്യ ദിവസം മുതലുണ്ടായ കടുത്ത പ്രതിഷേധങ്ങളും രാഹുലിനെ പുറത്തിറക്കിയുള്ള തെളിവെടുപ്പിന് വെല്ലുവിളിയായി. പത്തനംതിട്ട മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ രാഹുലിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്കുള്ള വഴിയിൽ രാഹുലുമായി വന്ന പോലീസ് വാഹനത്തിന് നേരെ യുവമോർച്ച പ്രവർത്തകർ ചീമുട്ട എറിഞ്ഞു. രാഹുലിന്റെ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും. 24 പത്തനംതിട്ട. UPയിൽ മതപരിവർത്തനം ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത മലയാളി പാസ്റ്റർ ജയിലിൽ. തിരുവനന്തപുരം സ്വദേശി ആൽബിനാണ് കാൺപൂർ ദെഹാത് ജയിലിലുള്ളത്. കഴിഞ്ഞ 13-നാണ് കാൺപൂരിനടുത്ത് ഘാട്ടംപൂരിൽ ബജറംഗദൾ പ്രവർത്തകരുടെ പരാതിയെ തുടർന്ന് ആൽബിനെയും കുടുംബത്തെയും കസ്റ്റഡിയിലെടുത്തത്. ഭാര്യയെ പിന്നീട് കസ്റ്റഡിയിൽ നിന്ന് വിട്ടിരുന്നു. ആൽബിനെ 13-ന് വൈകിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയതെന്നും FIR അടക്കം ലഭിക്കാത്തതിനാൽ ജാമ്യത്തിന് ശ്രമിക്കാൻ കഴിഞ്ഞില്ല എന്നും സഹപ്രവർത്തകർ ആരോപിച്ചു. ജാമ്യത്തിന് ശ്രമിക്കുമെന്ന് സഹപ്രവർത്തകർ അറിയിച്ചു. ഞങ്ങൾ ഓൺ ദ വേ ആ ഘാട്ടംപൂർ പോലീസ് സ്റ്റേഷനിലെ, കാരണം ഞങ്ങളുടെ വക്കീലും അവിടെ ഉണ്ട്. പക്ഷെ ആരും പറഞ്ഞ അവിടുത്തെ IO ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറും ഇൻസ്പെക്ടറും അവിടുത്തെ ഹെഡ് കോൺസ്റ്റബിൾ ആരും FIRയുടെ കോപ്പി തരുന്നില്ല സാറേ. അപ്പൊ ഞങ്ങൾ 4-5 പേര് അങ്ങോട്ട് ഇപ്പം പോവുക.
സന്തോഷ് ട്രോഫി ഫുട്ബോളിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. 22-അംഗ ടീമിനെ ജി സഞ്ജു നയിക്കും. ഷഫീഖ് ഹസനാണ് മുഖ്യ പരിശീലകൻ. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ടീമിനെയും പുതിയ ജേഴ്സിയും അവതരിപ്പിച്ചു. സന്തോഷ് ട്രോഫിയിൽ 7 തവണ ജേതാക്കളായ കേരളം കഴിഞ്ഞ തവണത്തെ റണ്ണറപ്പുകളാണ്. അസമിൽ നടക്കുന്ന ടൂർണമെന്റിൽ 22-ന് പഞ്ചാബിനെതിരെയാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. ഇതോടെ വാർത്താമഴ ഇവിടെ പൂർത്തിയാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.